गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്ന മഹാധനത്തെ സ്വജീവിതത്തില് സമ്പാദിക്കുവാൻ വേണ്ടിയുള്ള ക്രമങ്ങളെയാണ് തൃതീയ അധ്യായം മുതൽ പറയുന്നത്. ആദ്യമായിട്ട് അനുഷ്ഠാന പഞ്ചകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അനുഷ്ഠാന പഞ്ചകങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ധർമ്മ പഞ്ചകമാണ്. അത് കഴിഞ്ഞ് ശുദ്ധി പഞ്ചകം, പിന്നീട് മറ്റൊരു അധ്യായത്തില് യജ്ഞ പഞ്ചകത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ധർമ്മ പഞ്ചകത്തില് നമ്മൾ മനസ്സിലാക്കി അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം, ഈ അഞ്ചെണ്ണത്തെയാണ് ധർമ്മ പഞ്ചകങ്ങൾ എന്ന് പറയുന്നത്. അഹിംസയെയും സത്യത്തെയും കുറിച്ച് മനനം ചെയ്തു. അടുത്തത് അസ്തേയമാണ്. അസ്തേയത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം ചിന്തിക്കുകയുണ്ടായി. അസ്തേയത്തിന് നിർവചനമായിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത് പരസ്വ ആഹൃതി തത്വ ചിന്ത വർജിത അസ്തേയ സംഹിത എന്നാണ്. പരസ്വ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ധനം. മറ്റുള്ളവന്റെ ധനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവന്റെ സ്വത്ത്, സമ്പത്ത്, ആ വ്യക്തിയുടെ പദവി, സ്ഥാനമാനങ്ങള്, ജീവിതത്തിലെ ഉയർച്ച, എല്ലാ ഘടകങ്ങളും, ആ എല്ലാ ഘടകങ്ങളെയും നാം അപഹരിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്ഥേയമാണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് തത് ചിന്താവർജിത എന്നാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് ഉന്നതി കൊടുക്കുന്ന, ഉയർച്ച കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ തനിക്ക് കൈക്കലാക്കണം എന്ന ചിന്ത പോലും എന്താണ്, എന്ന ചിന്ത പോലും സ്ഥേയമാണ് എന്ന് പറയുന്നു. മോഷണമാണ്. അപ്പൊ ഇപ്രകാരമുള്ള ചിന്തകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അസ്തേയം എന്ന് പറയുന്നത്. അപ്പൊ അസ്തേയത്തിന്റെ ചില ദോഷങ്ങളെയും സ്ഥേയത്തിന്റെ ചില ദോഷങ്ങളെയും അസ്തേയം ആചരിച്ചാലുള്ള ഗുണങ്ങളെയും കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു. ശ്ലോകം 75. സ്ഥേയ സർവാപദാം ഹേതുരസ്തേയ സർവസമ്പദാം സ്ഥേയാന്മാനക്ഷതി തസ്മാദസ്തേയം സർവദാചരേത്. സ്ഥേയ സർവാപദാം ഹേതുരസ്തേയ സർവസമ്പദാം സ്ഥേയാന്മാനക്ഷതിസ്തസ്മാദസ്തേയം സർവദാചരേത്. സ്ഥേയഃ സർവാപദാം ഹേതു. മോഷണം എല്ലാ ആപത്തുകൾക്കും കാരണമാണ്, ഹേതുവാണ്. അസ്തേയഃ സർവസമ്പദാം ഹേതു. അസ്തേയം എന്നുള്ളത്, മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളത് സർവ ഐശ്വര്യത്തിനും ഹേതുവാകുന്നു. സ്ഥേയത്താൽ മാനക്ഷതി സംഭവിക്കുന്നു. അതിനാൽ തസ്മാത് അസ്തേയം സർവദാ ആചരേത്. അസ്തേയത്തെ എല്ലായ്പ്പോഴും ആചരിക്കണം. അപ്പൊ ഇതിന്റെ ഒന്നുകൂടിയുള്ള വിസ്തരണമാണ് അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം 76.
ഈ ശ്ലോകത്തിന്റെ അർത്ഥം മോഷണം എല്ലാ ആപത്തുകൾക്കും കാരണമാണ്. മോഷ്ടിക്കാതിരിക്കുന്നത് ഐശ്വര്യ കാരണമാകുന്നു. മോഷണം കൊണ്ട് മാനഹാനി ഉണ്ടാകുന്നു. അതുകൊണ്ട് മോഷ്ടിക്കാതിരിക്കണം എന്നാണ്. ഇപ്പൊ ശ്ലോകം 76 നോക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഇതിന്റെ ആശയവ്യക്തത കൈവരും. ചൗര്യം വർജയതേ നിത്യം മഹതേ കരണേ സ്ത്രീഭിഃ വിശ്വാസാ ജനതാ സർവം ഉപദീകുരുതേ സ്വയം. ത്രിഭിക്കരണൈഃ ചൗര്യം നിത്യം വർജേത്. 3 കരണങ്ങളാൽ ചൗര്യം, മോഷണം പരിപൂർണമായിട്ട് നിത്യവും ഒഴിവാക്കുന്നത് ആരാണ്? അങ്ങനെയുള്ള മഹാത്മാവിന് എന്ത് സംഭവിക്കുന്നു? പറയുന്നു, വിശ്വാസാത്ത് ജനത സ്വയം സർവം ഉപദീകുരുതേ. ആ മഹാത്മാവിനോടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം കൊണ്ട് ജനസമൂഹം സർവവും തന്നെ ആ മഹാത്മാവിന് കാഴ്ചവെക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും മീൻസ് പലരും ധനത്തെ അപഹരിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവന്റെ പദവികള്, മറ്റുള്ളവന്റെ സ്ഥാനമാനങ്ങള്, മറ്റുള്ളവന്റെ സ്ഥൂലമായിരിക്കുന്ന ധനത്തെ അപഹരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം ജീവിതത്തിൽ സമ്പത്തും ഉന്നതിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ചിന്ത വെക്കുന്ന എല്ലാവർക്കും തന്നെ വലിയ നാശമാണ് സംഭവിക്കുന്നത് എന്ന് ഗുരു പറയുന്നു. മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ, മറ്റുള്ളവന്റെ യാതൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു മഹാത്മാവിന്, ഒരു വ്യക്തിക്ക്, അവന്റെ അടുത്തേക്ക് ലോകര് തന്നെ ധനത്തെയും മറ്റുള്ളതിനെയും ഒഴുക്കി കൊണ്ടുവരും എന്ന വലിയൊരു ദർശനവും നമുക്ക് ഈ ശ്ലോകത്തിൽ ലഭിക്കുന്നു. നമുക്ക് ത്രിഭിക്കരണേഹി, 3 കരണങ്ങളാൽ, കേവലം ബാഹ്യമായിട്ട് മാത്രമല്ല, മനസ്സ്, വാക്ക്, കർമ്മം, ഇതാണ് 3 കരണങ്ങൾ. ഈ 3 കരണങ്ങളാൽ ചൗര്യം, മറ്റുള്ളവന്റെ യാതൊന്നും മോഷ്ടിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് ജനസമൂഹം തന്നെ എല്ലാ സ്വത്തുക്കളും എല്ലാ സമ്പത്തും കാഴ്ചവെക്കുമെന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് എല്ലാ വ്യക്തികൾക്കും, എല്ലാ ആളുകൾക്കും ഈ ലോകത്തിനായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകളെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലർക്കുമുണ്ട്. ഈ ലോകത്തിന് വേണ്ടി അറിവിനെ പ്രദാനം ചെയ്യണം, ആർത്തരായ ദുഃഖിതരായ ജനങ്ങളുടെ ദുഃഖത്തെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിശ്രമങ്ങൾ ചെയ്യണം. അങ്ങനെ ലോക നന്മയെ കരുതി എന്തെങ്കിലും ഉദാത്തമായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് സാമാന്യമായ ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കർമ്മം ചെയ്യാൻ ഉള്ള ഒരു കർമ്മകുശലത അവർക്കില്ല. വലിയ നമുക്ക് പൊതുസേവനം ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുരുകുലങ്ങൾ സ്ഥാപിച്ച്, ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആധ്യാത്മികമായ അറിവിനെ പകർന്നു കൊടുക്കാനോ, ജനങ്ങളെ ധാർമ്മികമായ വഴിയിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങൾ തുറക്കാനോ, അല്ലെങ്കിൽ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ കഷ്ടപ്പാട് അല്പമെങ്കിലും മാറ്റാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ആതുര കേന്ദ്രങ്ങളോ മറ്റോ തുടങ്ങി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? തങ്ങൾക്ക് ആ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷെ അതിനെ പ്രായോഗികമാക്കാനുള്ള കർമ്മശേഷിയോ കർമ്മകുശലതയോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവരുടെ പ്രതിവിധിയായിട്ട് അവർക്ക് ആ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ആ കർമ്മങ്ങൾ മറ്റൊരാളിലൂടെ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ മറ്റൊരാൾ എന്ന് പറയുന്നത് ഗുരുദേവൻ ഈ പറഞ്ഞ ഗുണങ്ങളാൽ യുക്തമായ ഒരു വ്യക്തിയാണെങ്കിൽ ലോകന് മുഴുവനും ആ വ്യക്തിയിൽ എല്ലാ സ്വത്തും സമ്പത്തും കൊണ്ട് സമർപ്പിക്കും. എന്തുകൊണ്ടാണ്? കാരണം ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ഒരാൾ ഒരു 10,000 രൂപ ഒരു പുണ്യകർമ്മത്തിലേക്ക് വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ അടുത്ത് ആ 10,000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ആ 10,000 രൂപ ആ വ്യക്തി, അത് ഏറ്റുവാങ്ങിയ വ്യക്തി ലോകമംഗളാർത്ഥത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് താൻ കൊടുത്തിരിക്കുന്ന ധനം ഉപയോഗിക്കുന്നത്.
എന്നൊരു നിശ്ചയം ലോകർക്ക് വന്നു കഴിഞ്ഞാൽ ലോകര് കൈമേയ് മറന്ന് സ്വത്ത് മുഴുവനും ഇങ്ങനെയുള്ളൊരു മഹാത്മാവിന്റെ പാതാര ബിന്ദങ്ങളിൽ സമർപ്പിക്കും. ഇപ്പൊ നമുക്ക് ചരിത്രം മൊത്തം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ഒരുപാട് കാണാൻ സാധിക്കും. അവരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നോക്കൂ, വലിയ വലിയ സന്യാസി വര്യന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര്, അല്ലെങ്കിൽ മഹാത്മാക്കള്, സന്യാസി എന്നുള്ള പദം ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ഈ ലോക നന്മയെ കരുതി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി. ഇനി നമുക്ക് സന്യാസിയുടെ കാര്യം തന്നെ എടുക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി ഹിമാലയത്തിലോ മറ്റോ ദീർഘകാലം തപസ്സിരിക്കുന്നു. ആ തപസ്സിന് ശേഷം ആ വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു. എല്ലാവരും ഇറങ്ങി വരുന്നില്ല, കുറച്ചു പേര് ഇറങ്ങി വരും. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ വ്യക്തിയുടെ കയ്യിൽ ഇന്ന് നാം കാണുന്ന ഭൗതികമായ ധനത്തിന്റെ അളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കയ്യിൽ ഒന്നുമില്ല. കാലി ഹാത്ത്, കയ്യിൽ ഒന്നുമില്ല. വട്ടപൂജ്യമായിട്ടാണ് ഭൗതികമായ രീതിയിൽ ആ വ്യക്തി ഇറങ്ങി വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് ലോകത്തെ ഞെട്ടിക്കുന്ന മഹാസാമ്രാജ്യങ്ങൾ പിന്നീട് സ്ഥാപിച്ചത്. അവര് ഏത് മൂലധനം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്? സ്വാമി തൃപ്പാദങ്ങള് മരുത്വ മലയിലും കൊടിതൂക്കി മലയിലും ദീർഘ തപസ് ചെയ്തു. തപസ് ചെയ്ത് ലക്ഷങ്ങളോ കോടികളോ ബാങ്കിൽ ഇട്ടുകൊണ്ടല്ല ലോകസംഗ്രഹ ധർമ്മത്തിന് വേണ്ടി അവിടുന്ന് ആ മലയിറങ്ങി ജനസമൂഹത്തിലേക്ക് വന്നത്. അവിടുന്ന് കരുതുകയാണോ എനിക്കിനി ലോകകർമ്മം ചെയ്യണം, അതിനൊരുപാട് ധനം ആവശ്യമാണ്, അതുകൊണ്ട് കുറച്ച് പണം സമാഹരിച്ചേക്കാം, അതിനുശേഷം ലോകമംഗളം ചെയ്യാം എന്ന് കരുതുന്നുണ്ടോ? ഒന്നും കരുതുന്നില്ല. വെറും ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം എടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു. സമൂഹം എന്ത് ചെയ്യുന്നു? സമൂഹം ലോകമംഗളത്തിന് വേണ്ടുന്ന വലിയ ധനം സ്വാമി തൃപ്പാദങ്ങളുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. അത് നമ്മളെല്ലാവരും അറിയുന്ന ഒരു ചരിത്രമാണ്. അങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധനുണ്ട്, വയോവൃദ്ധനാണ്, വളരെ പ്രായം, 10-75 വയസ്സ് ഉണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ആഗ്രഹം തോന്നി, എന്തായാലും താൻ ഇത്രയും കാലം ജീവിച്ചു, വേണ്ടുന്ന തൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു, ഇനി കുറച്ചു കാലം ഭാര്യയുടെ കൂടെ ഉപാസനാപരമായ ഒരു ജീവിതം നയിക്കണം. നമുക്ക് ഇന്നത്തെ ഭാഷയിൽ അല്ലെങ്കിൽ പണ്ടത്തെ ഭാഷയിൽ വാനപ്രസ്ഥാശ്രമം എന്ന് പറയാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് നിത്യവും ഹോമവും പൂജയും ഭഗവത് നാമ സങ്കീർത്തനവുമായിട്ട് ഇനിയുള്ള കാലം ഉപാസനാപരമായ ഒരു സാധനാ ജീവിതം തൻ്റെ ധർമ്മപത്നിയോടുകൂടി ചേർന്ന് ചെയ്യാം എന്ന് കരുതി ആ വൃദ്ധ മഹാത്മാവ് വൃദ്ധയായ തൻ്റെ ധർമ്മപത്നിയുമായിട്ട് നേരെ വടക്കോട്ട് ഹിമാലയത്തിലേക്ക് വെച്ച് പിടിച്ചു. എങ്ങോട്ട്? ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലത്ത്. ഉത്തരകാശി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാശിയുണ്ട്. ഒന്ന് താഴെ വാരണാസി എന്ന് പറയും, അത് കാശി. ഉത്തരകാശി ഹിമാലയത്തിലൊരു സ്ഥലമാണ്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ ഉള്ള സ്ഥലമാണ്. മറ്റേ കാശി യുപിയിലുള്ള സ്ഥലമാണ്. ഉത്തരകാശി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ മുകളിലാണ്, ഒരു കൊച്ചു പ്രദേശമാണ്, ഒരുപാട് മഹാത്മാക്കൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ ഉത്തരകാശിയിലേക്ക് അദ്ദേഹം പോയി. അവിടെ ഒരു കുടില് കെട്ടി, കുറച്ച് സ്ഥലമൊക്കെ സംഘടിപ്പിച്ച് ചെറിയൊരു കുടില് പർണശാല കെട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് വർഷങ്ങളോളം 2-3 വർഷങ്ങളോളം ഉപാസനയുമായിട്ട് കഴിഞ്ഞു. ആ കാലയളവിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ഒരു പരിവർത്തനം വന്നു. അദ്ദേഹം അനുഷ്ഠിച്ച സാധനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് തോന്നി, ലോകത്തിന്റെ നേരായ വഴിക്ക് അല്ലെങ്കിൽ ലോകത്തിന് ധാർമ്മികമായ വഴിക്ക് നയിക്കാവുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം, ഒരു സംഗീതം താൻ മരിക്കുന്നതിന് മുമ്പ് തുടങ്ങണം എന്ന് വലിയ ആഗ്രഹം തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊരു പണവും ഉണ്ടായിരുന്നില്ല. ശേഷിക്കുന്ന കുറച്ച് പണം എടുത്താണ് ഒരു ചെറിയൊരു കുടിലുണ്ടാക്കിയത്. അവിടെ തന്നെ നിത്യഹോമം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചെലവ് വേറെയും വരണം. കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ആ സാധനാ കാലഘട്ടത്തിൽ. പക്ഷെ എങ്കിലും മനസ്സിൽ പ്രബലമായ ആഗ്രഹം, ഒരു വലിയ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് നന്മയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മാർഗ ദീപം കൊടുക്കുന്ന, ഒരു വെളിച്ചം നൽകുന്ന ഒരു സ്ഥാപനം, ഒരു ചെറുതെങ്കിലും ആരംഭിക്കണം എന്ന ആഗ്രഹം പ്രബലമായപ്പോൾ ഉത്തരകാശിയിലെ വാസം അവസാനിപ്പിച്ച് ഈ ഭാര്യയും ഭർത്താവും, ഈ വൃദ്ധ ദമ്പതികൾ താഴേക്ക് ഇറങ്ങി വരിക. ആ വൃദ്ധ ദമ്പതികൾ താഴേക്ക് ഇറങ്ങി വന്ന് അവരൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഗായത്രി പരിവാർ എന്ന് പറയുന്നു. അവരാരംഭിച്ച ആ പ്രസ്ഥാനം പിന്നീട് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച്
10,000-ൽ പരം ശാഖാമഠങ്ങളോട് കൂടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര്? അഖില വിശ്വ ഗായത്രി പരിവാരം. നമുക്ക് കേരളത്തില് അതിന്റെ പ്രവർത്തനമുണ്ട് എങ്കിലും അറിയില്ല. പക്ഷെ ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് വലിയ ആശ്രമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറിയിരിക്കും. അപ്പൊ നോക്കൂ, ഈ വൃദ്ധ മഹാത്മാവിന്റെ കയ്യിൽ എന്ത് മൂലധനമാണ് ഉണ്ടായിരുന്നത്? എന്താണ് മൂലധനം? അസ്തേയം എന്നാണ് ആ മൂലധനത്തിന്റെ പേര്. 3 കർണങ്ങൾ കൊണ്ടും അദ്ദേഹം ജീവിതത്തിൽ അനുഷ്ഠിച്ച അസ്തേയം എന്ന മഹാവ്രതം. എന്താണ് അസ്തേയം? ഒരാളിൽ നിന്നും ആ വ്യക്തിയുടെ ബാഹ്യമായിരിക്കുന്ന ധനത്തെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പദവികളെയോ ആ വ്യക്തിയിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ അതിൽ നിഷ്ഠ നേടിയ അവസ്ഥ. അങ്ങനെ നിഷ്ഠ നേടിയ മഹാത്മാവ് ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ അവരുടെ സത്കർമ്മം ഈ മഹാത്മാവിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ സ്വത്ത്, പണം, സമ്പത്ത് എല്ലാം ആ മഹാത്മാവിന്റെ കാൽ കീഴിൽ സമർപ്പിക്കേണ്ടായി. മറ്റൊരു മഹാത്മാവാണ് കേരളത്തിൽ നിന്ന് പോയത്, ബാലകൃഷ്ണ മേനോൻ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ നിന്ന് പോയി വടക്കേരിയിലേക്ക് ചുറ്റിക്കറങ്ങി പിന്നീട് സന്യാസമൊക്കെ എടുത്തു. ഋഷികേശില് വലിയൊരു ആത്മീയ പ്രസ്ഥാനമായ ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ മഠാധിപതിയായ ശിവാനന്ദ സ്വാമി ശിവാനന്ദ സ്വാമിയിൽ നിന്ന് സന്യാസ ദീക്ഷ എടുത്ത് ബാലകൃഷ്ണ മേനോൻ ആരായിട്ട് മാറി? എറണാകുളംകാരനാണ് പൂർവാശ്രമത്തിൽ. ബാലകൃഷ്ണ മേനോൻ സ്വാമി ചിന്മയാനന്ദനായിട്ട് മാറി. സ്വാമി ചിന്മയാനന്ദൻ സന്യാസമെടുത്തതിന് ശേഷം ഭാരതീയ ഫിലോസഫിയും ശാസ്ത്രങ്ങളും പഠിക്കാൻ വേണ്ടി ആ കാലത്ത് ഹിമാലയത്തിൽ ഏറ്റവും പ്രസിദ്ധനായ മറ്റൊരു സന്യാസി വര്യനാണ് സ്വാമി തപോവനം പൂർവാശ്രമത്തിൽ പാലക്കാട്ടുകാരനായ മലയാളിയാണ്. അന്ന് അദ്ദേഹം ഉത്തരകാശിയിൽ ഇരുന്ന് വിദ്യാർത്ഥികൾക്ക് ഗുരുകുല സമ്പ്രദായത്തിലും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് സ്വാമി ചിന്മയാനന്ദൻ തപോവന സ്വാമിയെ കാണുകയും 3-4 വർഷം സ്വാമികളുടെ കൂടെ താമസിച്ച് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ചിന്മയാനന്ദ സ്വാമിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വരികയാണ്, ഈ മഹത്തായ അറിവ്, ഈ വലിയൊരു അറിവിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് കേവലം ഹിമാലയത്തിലെ ഗിരിഗുഹകളിൽ ഹിമാലയത്തിലെ സാധകന്മാരായിട്ടുള്ള സിദ്ധന്മാരായിട്ടുള്ള സന്യാസിമാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അറിവല്ലത്. മറിച്ച് ഭാരതീയമായി മഹത്തായ ദർശനം, ഈ അദ്വൈത ദർശനം ലോകം മുഴുവൻ എത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾ അവരുടെ ഒരു ജീവിത ദർശനമാക്കി ജനം മാറ്റണം. അതുകൊണ്ട് താൻ ജനസമക്ഷത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഗുരുവിനോട് യാത്ര അനുമതി ചോദിച്ച് നേരെ പൂനെയിലേക്ക് വന്നു. ആ പൂനെയിലേക്ക് വരുന്ന സമയത്ത് സ്വാമി ചിന്മയാനന്ദ മഹാരാജിന്റെ കയ്യിൽ യാതൊരു ധനവും ഉണ്ടായിരുന്നില്ല. ഒരു ധനവും ഉണ്ടായിരുന്നില്ല. 2 കൈയും കാലിയായിരുന്നു. പക്ഷെ ആ പൂനെയിൽ വന്നിരുന്ന് ആ സമയം തൊട്ട് പിന്നീട് നടന്നത് ചരിത്രമാണ്. ഇന്ന് ഏറെ അറിയപ്പെടുന്ന ചിന്മയ മിഷൻ എന്നറിയപ്പെടുന്ന വലിയ പ്രസ്ഥാനം, ഏതാണ്ട് 1000-ഓളം സന്യാസി വര്യന്മാരും 100 കണക്കിന് ശാഖാമഠങ്ങളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ഭാരതത്തിലെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയത് സ്വാമി ചിന്മയാനന്ദന്റെ ഈ കാലിയായ കൈയായിരുന്നു. അപ്പൊ ആ മഹാപ്രസ്ഥാനം ഉണ്ടാക്കാൻ ആവശ്യമായ മൂലധനം എന്തായിരുന്നു? ആ മൂലധനമാണ് അസ്തേയത്തിലുള്ള ഉറച്ച പ്രതിഷ്ഠ. അസ്തേയത്തിൽ പ്രതിഷ്ഠ നേടുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണമായ കാര്യമല്ല. നമ്മൾ കരുതുന്നത് നമ്മൾ ആരും മോഷ്ടിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ആരും ആരുടെയും ഒന്നും അപഹരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ഈ ശ്ലോകം ബാധകമല്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല. അങ്ങനെയല്ല. നമ്മൾ ഏതെങ്കിലും ഇത് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. കാരണം ഇതിന്റെ ഒരു ഫലശ്രുതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസ്തേയം എന്ന് പറയുന്നത് നേതൃസ്ഥാനത്തേക്ക് ഉയരുന്ന ആളുകളോട് വിശിഷ്യ ഉപദേശിച്ച ഒരു കാര്യമാണ്. എന്താണ് ഫലശ്രുതി? ജനസമൂഹം, ജനത സ്വയം സർവം ഉപദീകുരുതേ എന്ന് പറഞ്ഞു. ജനങ്ങളാണ് സർവസ്വം സമർപ്പിക്കുന്നത്. അപ്പൊ ജനങ്ങൾ എപ്പോഴും ആർക്കാണ് സമർപ്പിക്കുന്നത്? ഒരു നേതാവിനായിരിക്കും. ആരാണോ നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി പാലിക്കേണ്ടുന്ന വലിയ ഒരു നിഷ്ഠയാണ് അസ്തേയം. സാമാന്യ ജനങ്ങൾ സാമാന്യമായ രീതിയിൽ അസ്തേയം പാലിക്കുന്നു.
പക്ഷെ 3 കാരണങ്ങൾ കൊണ്ട് അസ്തേയം പാലിക്കാൻ ബാധ്യസ്ഥരായത് നേതൃ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. കാരണം നേതൃ പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും സത്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് സമയമോ അല്ലെങ്കിൽ കർമ്മശേഷിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആ സത്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു പ്രതിനിധിയെ അവർ ഏൽപ്പിക്കുകയാണ്. ആ പ്രതിനിധിയിലൂടെ അവരുടെ സത്കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി ഒരു സംഘടനയിൽ ഇരിക്കുന്നു. ആ സംഘടനയിൽ ഇരുന്നു കൊണ്ട് അനേകായിരങ്ങളുടെ സത്കർമ്മങ്ങളെ താൻ നിറവേറ്റാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ധനത്തെ അപഹരിക്കുകയാണെങ്കിലും എത്ര വലിയ വിശ്വാസ വഞ്ചനയായിരിക്കും അത്. ഞാൻ ഒരു 10,000 രൂപ അന്നദാനത്തിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കരുതുന്നു ആ വ്യക്തിയെ 10,000 രൂപ ഏൽപ്പിച്ചാൽ ആ വ്യക്തി ഒരു 500 പേർക്ക് എന്തെങ്കിലും കഞ്ഞിയോ പയറോ ഒരു അന്നദാനം ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു പുണ്യഫലം എനിക്ക് ലഭിക്കും എന്ന് കരുതി ഒരു വ്യക്തി 10,000 രൂപ ഒരാളെ ഏൽപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങിയ വ്യക്തി ആ 10,000 രൂപ അടിച്ചു മാറ്റിയാലോ വകമാറ്റിയാലോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു 5,000 രൂപ ചെലവാക്കി ബാക്കി 5,000 രൂപ തന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവന്നാലോ ആ വ്യക്തി കാണിക്കുന്നത് വലിയ വിശ്വാസവഞ്ചനയാണ്, വലിയ വിശ്വാസഖ്യാതിയാണ്. അതുകൊണ്ട് അത്തരം വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മാനക്ഷതി സംഭവിക്കുന്നു. മാനക്ഷതി മാത്രമല്ല, ഇതിലും ക്രൂരമായിട്ട് ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ് അത്തരം വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്നത്. അതുകൊണ്ട് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ എപ്പോഴും വളരെയധികം ജാഗരൂകരായിരിക്കണം. കാരണം ഒരുപാട് വ്യക്തികളുടെ കർമ്മമാണ് ഒരു പ്രതീതിയായിട്ട് താൻ നിർവഹണം ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകാരത്തിലുള്ള കാര്യങ്ങളോ അതിൽ ചെയ്യരുത്. അപ്പൊ അങ്ങനെ അസ്തേയത്തെ പാലിക്കാത്ത ഈ രീതിയിൽ വിശ്വാസവഞ്ചന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ചുരാവിഷസമാക്രാന്തി മലീമസനരാധമം നിർഭർസ്യനൂനമസ്യന്തി ദൂരേലർക്കമിവാനഘ. ചുരാവിഷസമാക്രാന്തി മലീമസനരാധമം. മോഷണമാകുന്ന വിഷത്താൽ ആക്രമിക്കപ്പെട്ട മലിനായ നീച മനുഷ്യനെ അനഗാഹ സജ്ജനങ്ങള് അലർക്കം ഇവ നിർഭർസ്യ ദൂരെ അസ്യന്തി ന്യൂനം. അലർക്കം ഇവ നിർഭർസ്യ, ഒരു പട്ടിയെ പോലെ, ഒരു ഭ്രാന്തി പിടിച്ച പട്ടിയെ പോലെ ദൂരേക്ക് അകറ്റിക്കളയുന്നു. ആക്രോശിച്ച് അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് അല്ലെങ്കിൽ അതിന് തല്ലാൻ പോയി ദൂരേക്ക് അകറ്റിക്കളയുന്നു. ആരെ? ഈ മോഷണമാകുന്ന വിഷത്താൽ ഗ്രസ്തമാക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പൊ ഒരു നേതാവ്, ആ നേതാവ് ജനസമൂഹത്തിന്റെ സത്കർമ്മങ്ങളെ ഒരു പ്രതീതിയായിട്ട് ചെയ്യേണ്ടതിന് പകരം ജനസമൂഹം വിശ്വാസപൂർവം തന്നെ ഏൽപ്പിച്ച ധനത്തെ മറ്റെന്തെങ്കിലും കർമ്മത്തിന് വേണ്ടി, സ്വാർത്ഥപരമായ മറ്റെന്തെങ്കിലും കർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അത് കൊടിയ വഞ്ചനയാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആർക്കെങ്കിലും ധനം കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ധനം കൊടുക്കാൻ പാടില്ല. ആ ധനം കൊടുക്കുന്ന വ്യക്തി, ആ ധനം ഏറ്റുവാങ്ങുന്ന വ്യക്തി ഈ ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കും എന്ന് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ധനം ഏൽപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാം കൊടുക്കുന്ന ധനം എന്തായിട്ട് മാറും? നമുക്ക് തന്നെ പാപത്തിന്റെ കർമ്മത്തെ ഉണ്ടാക്കും. നാം ആഗ്രഹിക്കുന്നു എൻ്റെ ഈ ധനം കൊണ്ട് ഒരു പുണ്യകർമ്മം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി കൊടുക്കുന്നു. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ വ്യക്തി സ്വാർത്ഥ പ്രേരിതമായ മറ്റെന്തെങ്കിലും കർമ്മം ചെയ്താൽ ആ ധനത്തിന്റെ പാപത്തിന്റെ ഒരു അംശം നമ്മളിലേക്ക് വന്നു ചെയ്യും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ധനത്തെ ദാനം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു സമൂഹത്തെ ഈ രീതിയിൽ ഒരു സമൂഹത്തിലെ ജനങ്ങൾക്ക് പുണ്യം നേടണമെന്ന വലിയ ആ ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് അവർക്ക് പുണ്യം നേടിക്കൊടുക്കാതിരിക്കുക മാത്രമല്ല അവരെ പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കർമ്മം ചെയ്യുന്നതിനാൽ വിശ്വാസ വഞ്ചന ചെയ്യുന്ന, സ്തേയം ചെയ്യുന്ന ആ വ്യക്തി ഒരു പേപ്പട്ടിയെ പോലെ ജനങ്ങളൊടുവില് ദൂരേക്ക് കല്ലെറിഞ്ഞോടിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു എന്ന് ഗുരുദേവൻ വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് നേതൃസ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആദ്യം ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഈശ്വരോപാസന ചെയ്യുക, സാധന ചെയ്യുക, മുന്നോട്ട് പോവുക. ക്രമേണ നമ്മുടെ സാധനാശക്തിയാല് നമ്മുടെ ഉള്ളിലെ
അസ്തേയത്തിന്റെ നിഷ്ഠയാല് സമൂഹം നമ്മുടെ ആവശ്യത്തെ പൂർത്തീകരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം, ഒരു സംശയവും വേണ്ട. സമൂഹം തന്നെ ആ വ്യക്തിയുടെ ആവശ്യത്തെ പരിപൂർണമായിട്ട് പൂർത്തീകരിക്കുകയും ആ വ്യക്തി ഏത് സങ്കല്പത്തെയാണ് മുമ്പിൽ വെച്ചത് ആ സങ്കല്പത്തെ സമൂഹം തന്നെ സാധിപ്പിച്ചു കൊടുക്കും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ മഹാത്മാക്കളെല്ലാം, അസ്തേയത്തിൽ പ്രതിഷ്ഠ നേടിയ മഹാത്മാക്കളെല്ലാം യാതൊരു മൂലധനവും ഇല്ലാതെയാണ് ഈ ലോകത്ത് വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിലൊരു ഒന്നോ രണ്ടോ ഉദാഹരണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നിരുന്നാലും അസ്തേയം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന വലിയൊരു ഗുണമാണ്. മുഖ്യമായിട്ടും ഇത് അനുഷ്ഠിക്കേണ്ടത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ, ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ നിശ്ചയമായിട്ടും അസ്തേയത്തെ ഒരു നിഷ്ഠയായിട്ട് തന്റെ ജീവിതത്തിൽ സ്ഥാപിച്ചിരിക്കണം. അസ്തേയം കഴിഞ്ഞതിന് ശേഷം അടുത്ത ധർമ്മമായിട്ട് ഗുരു പറയുന്നു അവ്യഭിചാരം. എന്താണ് അവ്യഭിചാരം അർത്ഥം പറയുന്നത്? ശ്ലോകം 78. വീക്ഷണം പരനാരീണാം കാമസങ്കൽപപൂർവകം തത്സല്ലാപ തദ്യോഗോ വ്യഭിചാര ഇതി സ്മൃതഃ. ഒന്നുകൂടി ചൊല്ലാം. വീക്ഷണം പരനാരീണാം കാമസങ്കൽപപൂർവകം തത്സല്ലാപ തദ്യോഗോ വ്യഭിചാര ഇതി സ്മൃതഃ. തത്സല്ലാപശ്ച തദ്യോഗോ എന്നാണ്. തത്സല്ലാപശ്ച തദ്യോഗോ വ്യഭിചാര ഇതി സ്മൃതഃ. അവ്യഭിചാരം എന്ന് പറയുമ്പോൾ ആദ്യം വ്യഭിചാരത്തിന് നിർവചനം പറയുന്നു. എന്നിട്ട് ഈ വ്യഭിചാരം ഇല്ലായ്മയാണ് അവ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പൊ വ്യഭിചാരത്തിന്റെ നിർവചനം എന്താണ്? 3 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 3 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ? പരസ്ത്രീകളെ നോക്കുക, അന്യ സ്ത്രീകളെ നോക്കുക, പരനാരീണാം വീക്ഷണം, ഇനിയോ തത്സല്ലാപ, അവരുമായുള്ള സംഭാഷണം, പരസ്ത്രീകളോട് സംസാരിക്കുക, തദ് യോഗ, പരസ്ത്രീകളെ പ്രാപിക്കുവാൻ ശ്രമിക്കുക, ശാരീരിക ബന്ധം. ഈ 3 കാര്യങ്ങളെയാണ്, എന്തൊക്കെയാണ്? പരനാരീണാം വീക്ഷണം, തത്സല്ലാപ, തദ് യോഗ. ഈ 3 കാര്യങ്ങളെയും വ്യഭിചാരം എന്ന് പറയും. പരസ്ത്രീകളോട് സംസാരിച്ചാൽ അതെങ്ങനെ വ്യഭിചാരമാകും? പരസ്ത്രീകളെ നോക്കിയാൽ എങ്ങനെ വ്യഭിചാരമാകും? പരസ്ത്രീകളെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നത് വ്യഭിചാരം എന്ന് വേണേൽ മനസ്സിലാക്കാം. പക്ഷെ പരസ്ത്രീകളോട് സംസാരിക്കുന്നതും പരസ്ത്രീകളെ നോക്കുന്നതും എങ്ങനെയാണ് വ്യഭിചാരമാകുന്നത്? അപ്പൊ അതുകൊണ്ട് ഒരു വിശേഷണം കൂടി കൊടുക്കുകയാണ് ഗുരുദേവൻ. പരസ്ത്രീയോട് സംസാരിച്ചോളൂ, പക്ഷെ എങ്ങനെ സംസാരിക്കാൻ പാടില്ല? കാമസങ്കൽപ പൂർവകം. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വ്യഭിചാരം എന്താണെന്ന്? കാമസങ്കൽപ പൂർവകം പരസ്ത്രീകളെ നോക്കുക, അത് വ്യഭിചാരമാണ്. കാമസങ്കൽപ പൂർവകം പരസ്ത്രീകളുമായിട്ട് സംസാരിക്കുക, അത് വ്യഭിചാരമാണ്. കാമസങ്കൽപ പൂർവകം പരസ്ത്രീകളെ പ്രാപിക്കുവാൻ ശ്രമിക്കുക, അത് വ്യഭിചാരമാണ്. ഈ 3 കാര്യങ്ങളും ഇല്ലാതിരിക്കുന്നതിനെ അവ്യഭിചാരം എന്ന് പറയുന്നു എന്ന് ഗുരു പറയുകയാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യം, പ്രപഞ്ച വീക്ഷണത്തിൽ യൂണിവേഴ്സൽ ലോ ഉണ്ട്, ഒരു പ്രാപഞ്ചിക നിയമമുണ്ട്. ആ പ്രാപഞ്ചിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പുരുഷനിലും, ഇവിടെ പുരുഷന്റെ കാര്യം ഗുരു പറഞ്ഞതുകൊണ്ട് എല്ലാ പുരുഷനിലും സ്വാഭാവികമായിട്ട് അടങ്ങിയ ഒരു ത്വരയാണ് ഇണയെ ആകർഷിക്കുക, ഇണയെ പ്രാപിക്കുക. അത് ഏത് ജീവജാലങ്ങളും നമ്മൾ എടുത്താൽ കാണും. ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിച്ച് അതിനെ പ്രാപിക്കുവാൻ വേണ്ടി എല്ലാ പുരുഷന്മാരും ശ്രമിക്കുന്നു. അപ്പൊ ഈ തദ്യോഗ, അതിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനെ ആദ്യം ആകർഷിക്കുന്നത്. ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ വീക്ഷിക്കുന്നു, നോക്കുന്നു. അതിനുശേഷം അവരുമായിട്ട് ഒരു ബന്ധം വെക്കാൻ വേണ്ടി സംസാരിക്കുന്നു, തത്സല്ലാപം. അതിനുശേഷമാണ് പ്രാപിക്കുന്നത്. അപ്പൊ ഈ പ്രാപിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് സംഭാഷണവും വീക്ഷണവും ഒക്കെ. പക്ഷെ പ്രപഞ്ചത്തിന്റെ വീക്ഷണത്തിൽ, പ്രാപഞ്ചിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് പരസ്ത്രീ? വലിയൊരു ചോദ്യമാണ്. ആരാണ് പരസ്ത്രീ? ഒരു പുരുഷനെ സംബന്ധിച്ച്
ആ പുരുഷന്റെ മുമ്പിലുള്ള എല്ലാം പരസ്ത്രീകൾ തന്നെയാണ്. ആ പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നുന്നു, ആ സ്ത്രീയോട് സംസാരിക്കുന്നു, ആ സ്ത്രീയെ പ്രാപിക്കുന്നു. ഇത് പ്രപഞ്ച നിയമത്തിൽ എങ്ങനെയാണ് തെറ്റാകുന്നത് ആലോചിച്ചു നോക്കൂ. പ്രപഞ്ച നിയമത്തിൽ അത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഏതൊരു ജീവിയും ആ ജീവിയുടെ എതിർലിംഗത്തിൽപ്പെട്ട ഇണയോട് സംസാരിക്കുന്നു, ആ ഇണയെ ആകർഷിക്കുന്നു, അതിനെ പ്രാപിക്കുന്നു, വംശവർദ്ധനം ഉണ്ടാകുന്നു, അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. ഇതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് കാമസങ്കല്പ പൂർവം പരസ്ത്രീകളെ പ്രാപിക്കുക എന്നുള്ളത് എല്ലാ പുരുഷനിലും, ഏത് ജീവിവർഗത്തിലും എല്ലാ പുരുഷനിലും ഇൻബിൽറ്റായിട്ട് അടങ്ങിയ കാര്യമാണ്. അപ്പൊ പ്രപഞ്ച നിയമത്തിൽ ഇതൊരു തെറ്റേയല്ല. പ്രപഞ്ച നിയമത്തിൽ ആ പ്രപഞ്ച വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ഇത് എപ്പോഴാണ് ഒരു തെറ്റായിട്ട് മാറുന്നത്? ഇതെപ്പോഴാണ് ഒരു എന്താ പറയാ ഒരു അധാർമിക വൃത്തിയായിട്ട് മാറുന്നത്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-ാം അധ്യായത്തിൽ പഠിച്ചു. അവിടെ ഗുരുവിന്റെ സമന്വയ ദർശനം പഠിക്കുമ്പോൾ വിവിധ പ്രകാരത്തിൽ നോക്കിക്കണ്ടു. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കി, മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന അനവധി വൈവിധ്യങ്ങൾ അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് മനുഷ്യ സമൂഹത്തെ ഒരു സംഘടിത സമൂഹമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമന്വയം ചെയ്യുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പൊ ജാതിപരമായ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കി മതപരമായ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കുന്നു, ദൈവത്തിന്റെ കാര്യത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യ സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കി മനുഷ്യ സമൂഹത്തെ ഒരു സംഘടിത ഭാവത്തിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഘടകങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു ഘടകമാണ് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതി. സ്വാമി തിരുപ്പാദങ്ങൾ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായിട്ട് സംഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഘടന, അഷ്ടലക്ഷ്യങ്ങൾ വരുന്ന ഒരു ലക്ഷ്യമാണ് സംഘടന. എന്താണ് സംഘടന എന്ന വാക്കിന്റെ അർത്ഥം? സമ്യക് ഘടതേ അസ്യാം ഇത് സംഘടന എന്നാണ് അർത്ഥം. സമ്യക് ഘടത എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ടത്, നല്ലവണ്ണം യോജിപ്പിച്ചത്. എന്തോ അത് സംഘടന. നമ്മൾ ചിന്തിക്കൂ, ഏതൊരു സംഘടനയും എപ്പോഴാണ് ശക്തമാകുന്നത്? അല്ലെങ്കിൽ ഏതൊരു സംഘടനയും ശക്തിമത്തായിട്ട് നിലനിൽക്കുന്നത് എപ്പോഴാണ്? അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് യൂണിറ്റുകൾ ശക്തി ഉണ്ടാകുന്നു. അടിസ്ഥാന ഘടകങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ സംഘടന ക്രമേണ ഇല്ലാതാകും, ദുർബലമാകും ആദ്യം, പിന്നെ ഇല്ലാതാകും. ശാഖായോഗങ്ങൾ നല്ല ശക്തമാണെങ്കിൽ SNDP യോഗം ശക്തമായിട്ട് മാറും. കാരണം ശാഖായോഗങ്ങളാണ് SNDP യോഗത്തിന്റെ അടിസ്ഥാന ഘടകം. അടിസ്ഥാന ഘടകം കുടുംബയോഗങ്ങൾ കൂടിയാണ്. പക്ഷെ എങ്കിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇനി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടെ ബേസിക് യൂണിറ്റുകൾ, ബ്രാഞ്ചുകളോ ശാഖകളോ ബൂത്ത് കമ്മിറ്റികളോ, അങ്ങനെ ആ ബേസിക് യൂണിറ്റുകൾ നല്ല കരുത്തുണ്ടെങ്കിൽ, അങ്ങനെ കരുത്തുള്ള ആയിരക്കണക്കിന് ബേസിക് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ആ സംഘടന പൊതുവെ ശക്തമായിട്ട് പ്രവർത്തിക്കും. ബേസിക് യൂണിറ്റുകളെല്ലാം ദുർബലമാണ്, ക്രമേണ ആ സംഘടന ഇല്ലാതാണ്. അപ്പൊ ഗുരുദേവൻ തീർത്ഥാടന ലക്ഷ്യമായിട്ട് പറഞ്ഞ സംഘടന ഏതാണ് വാസ്തവത്തിൽ? ആ സംഘടനയ്ക്ക് വിവിധ അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഉദാത്തമായ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സംഘടന എന്നുള്ളത് മനുഷ്യ സമൂഹം തന്നെയാണ്. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ഒരു സംഘടനയായിട്ടാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യ സമൂഹം ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഏതൊരു സംഘടനയ്ക്കും ഒരു അടിസ്ഥാന യൂണിറ്റ് ഉണ്ടാകും. അപ്പൊ നമുക്ക് കാണപ്പെടുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ചേർത്ത് ഒരു മനുഷ്യ സംഘടനയായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ആ യൂണിറ്റാണ് കുടുംബങ്ങൾ. ഓരോ കുടുംബവുമാണ് മനുഷ്യ സമൂഹം എന്ന ബൃഹത്തായ സംഘടനയുടെ അടിസ്ഥാന ഘടകം. നമുക്ക് ആധുനിക വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആധുനിക കാഴ്ചപ്പാടോ തലയിൽ കയറി, ആധുനിക കാഴ്ചപ്പാട് വിദ്യാഭ്യാസം ശ്രേഷ്ഠമാണ്, പക്ഷെ അതിനെ വേറൊരു രീതിയിൽ മനനം ചെയ്യുകയും അത് തലയിൽ കയറി ഇതിനൊക്കെ വെല്ലുവിളിക്കുന്ന പ്രവണതയുണ്ട്. പക്ഷെ എത്ര വെല്ലുവിളിച്ചു കഴിഞ്ഞാലും കുടുംബ സങ്കല്പങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഏതൊരു പ്രദേശത്തും മനുഷ്യ സമൂഹം എന്ന സംഘടന വളരെ ദുർബലമാകും, അരാജകത്വം വരും. എവിടെയാണോ കുടുംബ വ്യവസ്ഥിതി അതിശക്തമായിട്ട് നിലനിൽക്കുന്നത് അവിടെയാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്ന സംഘടനയ്ക്കും ശക്തിയുള്ളത്. മനുഷ്യന്റെ ആ സംഘടിത ഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ അരാജകത്വം വരികയും ഒരു മൃഗങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ജീവിക്കേണ്ട അവസരം വരികയും ചെയ്യും. അതുകൊണ്ട് കുടുംബങ്ങളാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്ന ആ സംഘടനയുടെ
അടിസ്ഥാന ഘടകങ്ങൾ. ഈ കുടുംബം നിലനിൽക്കുന്നത് എന്തിലാണ്? ഏത് കാര്യത്തിലാണ് കുടുംബം നിലനിൽക്കുന്നത്? കുടുംബം നിലനിൽക്കുന്നത് ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ആ ശ്ലോകത്തിൽ ചിന്തിച്ചു. ആ ശ്ലോകത്തിന്റെ നമ്പർ മറന്നു, 2-ാം അധ്യായത്തിലാണ്. ധർമ്മത്തെ നിർവചനം ചെയ്യുന്ന വേളയിൽ ഗുരു പറയുകയുണ്ടായി വിശേഷ ജ്ഞാന യോഗത എന്ന് പറഞ്ഞു. വിശേഷ ജ്ഞാന യോഗമാണ് ചരാണാം മാനവാഹ ശ്രേഷ്ഠാഭവന്തി. ജീവികളിൽ മനുഷ്യനെ ശ്രേഷ്ഠനാക്കി മാറ്റിയത് വിശേഷ ജ്ഞാന യോഗമാണെന്ന് ഗുരുദേവൻ 2-ാം അധ്യായത്തിൽ ശ്ലോകത്തിൽ പറയുന്നു. എന്താണ് വിശേഷ ജ്ഞാനയോഗം? വിശേഷ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ദൃഷ്ടിയോടെ ഒന്നിനെ വിചാരം ചെയ്യാൻ സാധിക്കുക, വിവേക ബുദ്ധിയോടുകൂടി ഒന്നിനെ മനസ്സിലാക്കുക. ഇതാണ് വിശേഷജ്ഞാനം. എന്താണ് വിവേക ബുദ്ധി? വിവേക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നയാളാണ്, ഇത് ഇന്നയാളാണ്, ഇത് ഇന്നതാണ് എന്നിങ്ങനെ ഓരോന്നിനെയും മനസ്സിലാക്കി അതിനോട് ആ തരത്തിൽ ഇടപെടുവാൻ കഴിയുക. ഇതാണ് വിവേക ബുദ്ധി. ഇത് സിംഹമാണ്. സിംഹത്തോട് ഞാൻ ഇങ്ങനെയാണ് ഇടപെടേണ്ടത്. സിംഹത്തോട്, ഇത് കാട്ടാനയാണ്, കാട്ടാന വരുമ്പോൾ അയ്യോ അതൊരു പാവം ജീവിയിൽ എന്ന് കരുതി അതിന്റെ അടുത്തേക്ക് പോരുത്. ആ ആനയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ആനയോട് ഞാൻ ഈ രീതിയിലാണ് ഇടപെടേണ്ടത്. ഇതെന്റെ അമ്മയാണ്, അമ്മയോട് ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത്. ഇതെന്റെ പെങ്ങളാണ്, ഞാൻ എൻ്റെ സഹോദരിയോട് ഈ രീതിയിലാണ് ഇടപെടേണ്ടത്. ഇതെന്റെ ഭാര്യയാണ്, ഭാര്യയോട് ഈ രീതിയിൽ ഇടപെടണം. ഇതെന്റെ മകളാണ്. അങ്ങനെ ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയോട് അപ്രകാരം ഇടപെടാനുള്ള കഴിവിനെയാണ് വിവേകമെന്ന് പറയുന്നത്. ഈ വിവേകത്തെ കൂടിയാണ് വിശേഷ ജ്ഞാനയോഗം എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത്. ഈ വിവേകം, ഈ വിശേഷ ജ്ഞാനയോഗം മൃഗങ്ങളിലില്ല. ഒരു മൃഗവും ഇതെന്റെ അമ്മയാണ്, പെങ്ങളാണ്, അളിയനാണ്, നാത്തൂനാണ് എന്നൊന്നും ഒരു മൃഗത്തിനും അറിയില്ല. ആ മൃഗം കാണുന്നത് മറ്റൊരു മൃഗം, എന്റെ ജീവവർഗത്തിൽപ്പെട്ട മറ്റൊരു മൃഗം എന്നെ കാണുന്നത്. അപ്പൊ നോക്കൂ, ഈ വിശേഷ ജ്ഞാനമാകുന്ന, ഈ വിവേകമാകുന്ന ഈ ധർമ്മബോധം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കില്ല. കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ വിവേകജ്ഞാനത്തിലാണ്. ഇതെന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അച്ഛനോട് എങ്ങനെ ഞാൻ ഇടപെടണം അങ്ങനെ ഇടപെടുന്നു. ഇതെന്റെ ഗുരുനാഥനാണ്, ഇതെന്റെ ആചാര്യനാണ്, ഇതെന്റെ ഭാര്യയാണ്. നമുക്കങ്ങനെ വിവേകം ചെയ്യാനുള്ള കഴിവില്ലെങ്കിലോ നാം എങ്ങനെ ഇടപെടും? അതോടുകൂടി കുടുംബം പൊളിയും. കുടുംബം പൊളിഞ്ഞോടുകൂടി ആ കുടുംബങ്ങളിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന മനുഷ്യ സമൂഹം എന്ന ഈ മഹത്തായ സംഘടനയും പൊളിയും. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ പരനാരി സംസർഗം എന്നൊരു കൺസെപ്റ്റേ ഇല്ല. ഒരു പുരുഷൻ ആ പുരുഷന്റെ വർഗത്തിൽപ്പെട്ട എതിർലിംഗത്തെ പ്രാപിക്കുന്നു, ഇത് പ്രാപഞ്ചിക നിയമമാണ്. പക്ഷെ ഒരു മനുഷ്യ സമൂഹം എന്ന രീതിയിൽ ഒരു സംഘടിത ഭാവത്തോടു കൂടി ജീവിക്കുന്ന മൃഗങ്ങൾക്കും ഉപരിയായ ധാർമ്മിക വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യ സമൂഹം എന്ന രീതിയിലാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പ്രസക്തമാകുന്നത്. അപ്പൊ കുടുംബത്തിന്റെ നിലനിൽപ്പ് അത് അനിവാര്യമാണ്. ആ അനിവാര്യമായ നിലനിൽപ്പിനെ മുൻനിർത്തിയാണ് നാം ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? പരനാരികളുമായിട്ട്, പരസ്ത്രീകളുമായിട്ട് സംസർഗം ചെയ്യുന്നത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ധർമ്മവിരുദ്ധമാണ്. എങ്ങനെ? കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനാൽ. അത് ധർമ്മവിരുദ്ധമായതിനാൽ ആ വ്യഭിചാരത്തെ ആചരിക്കാതിരിക്കുക എന്നതിനെയാണ് അവ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ചോദ്യം, ഇനി ആരാണ് ഈ പരസ്ത്രീ? നമ്മൾ കുടുംബ ബന്ധങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം, ആരാണ് പരസ്ത്രീ? ആരാണ് നമുക്ക് അന്യസ്ത്രീകള്? വീക്ഷണം പരനാരീണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. പരനാരി, പരസ്ത്രീകൾ, അന്യസ്ത്രീകൾ. ആരാണ് അന്യസ്ത്രീകൾ? അപ്പൊ ഇതിനെ നമുക്ക് മറ്റൊരു തലത്തിലും ചിന്തിക്കാം. അതായത് ഇതിന്റെ അന്വയത്തെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ, അന്വയത്തെ ഏത് പ്രകാരത്തിൽ മാറ്റുവാൻ ഒരു വ്യാഖ്യാതാവിന്, അതായത് അതിന്റെ മൂല താല്പര്യത്തോട് ചേർന്ന് നിൽക്കുകയും മൂല താല്പര്യത്തിന് വിഘടിതമാകാതെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വയത്തെ മാറ്റി അർത്ഥത്തെ ചിന്തിക്കാൻ ഒരു പഠിതാവിന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ തരത്തിൽ നമുക്ക് ഇതിന്റെ അർത്ഥത്തെ മറ്റൊരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചിന്തിക്കാം? കാമസങ്കല്പ പൂർവകം ഏത് സ്ത്രീയെ നോക്കുന്നുവോ ആ സ്ത്രീ നമുക്ക് പരസ്ത്രീയാണ്. ഇവിടെ പറയുന്നു പരസ്ത്രീകളെ കാമസങ്കല്പ പൂർവകം നോക്കരുതെന്ന് പറയുന്നു. ശരി, അപ്പൊ നമ്മളൊരു മനനത്തിന് വേണ്ടി, ഒരു പ്രക്രിയക്ക് വേണ്ടി, ഒരു പഠന സൗകര്യത്തിന് വേണ്ടി അതിന്റെ അന്വയം സങ്കല്പ പൂർവകം എന്നുള്ളത് മുൻപിലേക്ക് ഇടുകയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? കാമസങ്കല്പ പൂർവകം നാം ഏത് സ്ത്രീയെ കാണുന്നുവോ, ഏത് സ്ത്രീയോട് സംസാരിക്കുന്നുവോ, ഏത് സ്ത്രീയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്ത്രീ നമുക്ക് പരസ്ത്രീയാണ്.
അതെങ്ങനെ ശരിയാവും? ഞാൻ എൻ്റെ ഭാര്യയോട് കാമസങ്കല്പപൂർവ്വം സംസാരിക്കുന്നു. അതെന്റെ ധർമ്മമല്ലേ? ഒരു ഭർത്താവിന്റെ ധർമ്മമല്ലേ? ഞാൻ എൻ്റെ ഭാര്യയോട് കാമസങ്കല്പപൂർവ്വം പെരുമാറുന്നു. അതെങ്ങനെ തെറ്റാകുന്നു? അതെങ്ങനെ എനിക്ക് ആ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എങ്ങനെയാണ് എനിക്ക് പരസ്ത്രീയാകുന്നത്? ശ്രദ്ധിക്കുക, കാമസങ്കല്പപൂർവകം നാം ഒരു സ്ത്രീയോട് ഇടപെടുന്നത് രണ്ട് പ്രകാരത്തിലാണ്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രാപഞ്ചിക വീക്ഷണത്തിൽ ഒരു പുരുഷൻ ആ പുരുഷന്റെ എതിർലിംഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് എങ്ങനെ ഇടപെടുന്നുവോ അത് പ്രാപഞ്ചിക വീക്ഷണത്തിൽ. ആ വീക്ഷണത്തിലല്ല നാം സ്ത്രീയോട് കാമസങ്കല്പപൂർവകം ഇടപെടേണ്ടത്. എൻ്റെ ഭാര്യയാണെന്ന് കരുതി ആ സ്ത്രീ കേവലം എൻ്റെ ശാരീരികമായ തൃപ്തിക്കുള്ള ഒരു ഉപകരണം എന്ന രീതിയിലല്ല ഇടപെടേണ്ടത്. എന്ന രീതിയിലാണ് നമ്മുടെ ഇടപാടെങ്കിൽ ആ സ്ത്രീ നമ്മെ സംബന്ധിച്ച് ആരാണ്? പരസ്ത്രീയായിട്ട് മാറും. പിന്നെ എങ്ങനെയാണ് ഇടപെടേണ്ടത്? നോക്കൂ, എന്താണ് നമ്മുടെ വിവാഹമംഗള പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത്? രമ്യമാം മിഥുനമേ വിവാഹമാം, ധർമ്മപാശം ഇത് നിത്യമോർക്കുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധർമ്മപാശമാണ് വിവാഹം. ഇപ്പോ നമ്മുടെ നിയമം തന്നെ, ഹിന്ദു മാരേജ് ആക്ടിൽ തന്നെ, ഹിന്ദു മാരേജ്, അത് ഹൈന്ദവ ഭാരതീയ വിവാഹത്തെ ഹിന്ദു വിവാഹത്തെ നിർവചനം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹിന്ദു ട്രഡീഷണൽ മാരേജ് ഈസ് കൺസിഡേർഡ് സാക്രിമെന്റ് റേദർ ദാൻ എ കോൺട്രാക്ട് എന്ന് പറയുന്നു. നിർവചനമാണ്, ഭാരതത്തിന്റെ നിയമമാണ് ഹിന്ദു വിവാഹ നിയമത്തിൽ. എന്താ അതിന്റെ അർത്ഥം? ഹിന്ദു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് അല്ല, ഒരു കരാറല്ല, മറിച്ച് അതൊരു സാക്രിമെന്റ് ആണ്. സാക്രിമെന്റ് മീൻസ് ഒരു സംസ്കാരമാണ്. എന്താണ് സാക്രിമെന്റ്? സാക്രിമെന്റിന്റെ നിർവചനവും കൊടുക്കുന്നുണ്ട്. എ സാക്രഡ് സ്പിരിച്വൽ ബോണ്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോട്ട് ജസ്റ്റ് എ ലീഗൽ അഗ്രിമെന്റ്. അതായത് രണ്ടു പേര് തമ്മിലുള്ള ഒരു ദൈവികമായ ബന്ധത്തെയാണ് സാക്രിമെന്റ് അഥവാ സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതത്തില് 16 സംസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. ഷോഡശ സംസ്കാരം, ഗർഭാധാനം തൊട്ട് പുംസനം തൊട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരം. അതിലെ 13ാമത്തെ സംസ്കാരമാണ് വിവാഹം എന്ന് പറയുന്നത്. ഷോഡശ സംസ്കാരങ്ങളിൽ ഒരു സംസ്കാരമാണ് വിവാഹം. ആ വിവാഹം ഒരു കോൺട്രാക്ട് അല്ല, ഒരു കരാറല്ല. എന്താണ് കരാറ്? കരാർ എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങള്, ചില നിബന്ധനകളൊക്കെ വിധേയമായിട്ട് രണ്ട് കൂട്ടര് രേഖപ്പെടുത്തുന്ന നിയമപരമായ ഒരു വ്യവസ്ഥയാണ് കരാർ എന്ന് പറയുന്നത്. ആ കരാറിനെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ലംഘിക്കാം, അതൊന്ന് ഒഴിവാകാം, പിന്മാറൊക്കെ ചെയ്യാം. അതൊരു ജസ്റ്റ് ഒരു കരാർ മാത്രമാണ്. പക്ഷേ സ്പിരിച്വൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആജീവനാന്തമാണ്. അതുകൊണ്ട് ലോകത്തിലെ സകല കാര്യങ്ങൾക്കുമുള്ള വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ, നമ്മൾ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വിധിവിധാനമുണ്ട്. പക്ഷെ എവിടെ പോലും വിവാഹമോചനം എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും വിവാഹമോചനം. ഇതര സെമിറ്റിക് മതങ്ങളെ പഠിക്കുന്ന സമയത്ത് അവിടെ വിവാഹവുമുണ്ട്, വിവാഹമോചനവുമുണ്ട്. എന്തുകൊണ്ട്? കാരണം വിവാഹം എന്നുള്ളത് ഒരു കോൺട്രാക്ട് ആണ് അവർക്ക്. കോൺട്രാക്ട് ആയിക്കഴിഞ്ഞാൽ ആ കരാറിൽ നിന്ന് നമുക്ക് പിന്നീട് പിന്മാറാനും സാധിക്കും. അതുകൊണ്ട് വിവാഹവും വിവാഹമോചനവും മറ്റുള്ള മതങ്ങളിൽ നിയമപരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഭാരതീയ ധർമ്മങ്ങളിൽ വിവാഹമോചനം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം വിവാഹം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിലെടുക്കുന്ന ധർമ്മപാശമാണ്. ധർമ്മപാശം ഇത് നിത്യമോർക്കുവിൻ. പിന്നീട് നിയമം അതിൽ കുറെ പരിഷ്കരിച്ച് ഹിന്ദു മാരേജ് ആക്ടിൽ വിവാഹമോചനമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് വേറെ വശം. എങ്കിൽ കൂടിയും സാമ്പ്രദായികമായിട്ട് ഹിന്ദു മാരേജിൽ വിവാഹ മോചനം എന്നുള്ള സങ്കല്പമേ ഇല്ല. അത് പവിത്രമായൊരു ബന്ധനമാണ്, ധർമ്മപാശമാണ്. അപ്പൊ ആ ധർമ്മത്തെ മുൻനിർത്തിയാണ് ഞാൻ ഇണയെ പ്രാപിക്കേണ്ടത്, എൻ്റെ ധർമ്മപത്നിയെ പ്രാപിക്കേണ്ടത്. ധർമ്മപത്നിയെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു. എന്ത് ലക്ഷ്യത്തെ മുൻനിർത്തി? ഒരു മഹത്തായ ഒരു പ്രജയെ ഉണ്ടാക്കണം. ഇതാണ് ലക്ഷ്യം. ആ പ്രജയെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്ന ഒരു ലക്ഷ്യമാണ് എൻ്റെ കാമപൂർത്തീകരണം. ശ്രദ്ധിക്കുക, ഒരിക്കലും ഭാരതത്തില് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലൊരു കൺസെപ്റ്റാണ് ഇതെല്ലാം എന്തോ ഒരു പാപമാണ്. സ്ത്രീകളെ സ്പർശിക്കുക, തൊടുക, അല്ലെങ്കിൽ സ്ത്രീകളെ പ്രാപിക്കുക ഒരു പാപമായിട്ട് കണക്കാക്കുക. നമുക്ക് ഫിസിക്കൽ റിലേഷൻ എന്നതിന്റെ സംസ്കൃത പേരാണ് മൈഥുന സമാചാരം എന്നുള്ളത്. മൈഥുന സമാചാരം എന്താണ്? മൈഥുന സമാചാരം മിഥുന ഭാവത്തിൽ സമ്യക്കായിട്ട് ആചരിച്ചത്. സമ്യക്കായി ആചരിക്കുക എന്ന് പറയുമ്പോൾ
ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ, ഏറ്റവും മഹത്തായ രീതിയിൽ ആചരിക്കുന്ന ഒരു കർമ്മത്തെയാണ് സമാചാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഫിസിക്കൽ റിലേഷനെ മൈഥുന സമാചാരം എന്ന് സംസ്കൃതത്തിൽ അർത്ഥം പറയുമ്പോൾ ആ കർമ്മം മോശമായ കർമ്മമാണ്? ഒരിക്കലുമല്ല. ബൃഹദാരണ്യക ഉപനിഷത്തില് 6-ാം അധ്യായത്തില് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക ബന്ധത്തെ ഒരു മഹത്തായ യജ്ഞമായിട്ട് പറഞ്ഞിരിക്കുന്നു. മഹത്തായ യജ്ഞം 6-ാം അധ്യായം എടുത്തു നോക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു യജ്ഞ വ്യവസ്ഥിതി എങ്ങനെയാണോ അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ യജ്ഞത്തിൽ നിന്ന് ലോക നന്മയ്ക്കുതകുന്ന, ലോകത്തിന്റെ മംഗളത്തിനുതകുന്ന ഒരു വിശ്വപൗരൻ സൃഷ്ടമാവുകയാണല്ലോ, ഒരു കുഞ്ഞു ജനിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ മഹത്തായ കൺസെപ്റ്റിൽ, ആ മഹത്തായ ഒരു കാഴ്ചപ്പാടിൽ തന്റെ ഭാര്യയെ പ്രാപിക്കുന്നത് ധർമ്മമാണ്. അല്ലാതെ പ്രാപഞ്ചിക വീക്ഷണത്തിൽ ഇതെന്റെ ഇണയാണ്, ഇത് എന്റെ എതിർലിംഗത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ ഇവളെ പ്രാപിക്കുന്നു എന്നതെന്താണ്? അങ്ങനെ ആ രീതിയിലുള്ള കാമസങ്കല്പ പൂർവകമാണ് നാം ഒരു സ്ത്രീയെ സമീപിക്കുന്നെങ്കിൽ ആ സ്ത്രീ നമ്മുടെ ഭാര്യയാണെങ്കിൽ കൂടി അത് ആരാണ് നമ്മെ സംബന്ധിച്ച്? പരനാരിയാണ്, അന്യസ്ത്രീയാണ്. അതുകൊണ്ട് അന്യസ്ത്രീ എന്ന് പറയുമ്പോൾ ഏതോ ഒരു സ്ത്രീ, ഇവളോട് ഞാൻ എങ്ങനെയും പെരുമാറാം, ഇവളെന്റെ സ്വന്തമാണ് എന്ന് കരുതരുത്. മറിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അർത്ഥസമ്പാദനം ചെയ്യേണ്ടത്. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാമപൂർണവും ചെയ്യേണ്ടത്. അല്ലാത്ത എല്ലാം തന്നെ പരസ്ത്രീയാണ്. അപ്പൊ പരസ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താണ്? വ്യഭിചാരം എന്ന് പറയും. അപ്പൊ നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. എത്ര ഉദാത്തമായ അർത്ഥതലങ്ങളാണ് ഗുരുദേവൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ പരസ്ത്രീകളെ നോക്കുക, പരസ്ത്രീകളുമായിട്ട് കാമസങ്കല്പ പൂർവകം സംസാരിക്കുക, അവരെ പ്രാപിക്കുക, ഇതെല്ലാം വ്യഭിചാരമാണ്. ഇതല്ലാത്ത സ്ഥിതിയെ അവ്യഭിചാരം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുന്നു. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.